നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. എസ് ഹരിശങ്കർ IPSനെ സായുധ പോലീസ് ബറ്റാലിയൻ DIG ആയി നിയമിച്ചു. കാളരാജ് മഹേഷ് കുമാർ IPS കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാകും. അതിനിടെ ഹരിശങ്കർ IPS 2 ആഴ്ചത്തേക്ക് അവധിയിൽ പ്രവേശിച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വേഗം ഒരു മാറ്റത്തിലേക്ക് സർക്കാർ കടന്നത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സംസ്ഥാനത്ത് ഏകദേശം 16ഓളം IPS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ നിലവിൽ സ്ഥലമാറ്റം ആയിരിക്കുന്നത്. കൊച്ചി കമ്മീഷണറായി കാളരാജ് മഹേഷ് കുമാറാണ് ചുമതല ഏൽക്കുന്നത്. ഹരിശങ്കറിനെ സായുധ പോലീസ് ബറ്റാലിയൻ DIG ആയി നിയമിച്ചു. കഴിഞ്ഞ ദിവസം ഹരിശങ്കറിനെ കൊച്ചി കമ്മീഷണറായി നിയമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ലീവ് ചോദിച്ചിരുന്നു. 15 ദിവസത്തേക്ക് ഈ ലീവ് സർക്കാർ അനുവദിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ റേഞ്ച് DIG ആയി നാരായണൻ TA നിയമിച്ചു. അരുൾ B കൃഷ്ണ എറണാകുളം റേഞ്ച് DIG ആകും. ജയദേവ് G കോഴിക്കോട് കമ്മീഷണറായി ചുമതലയേറ്റെടുക്കും. സുദർശൻ KS എറണാകുളം റൂറൽ പോലീസ് മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. ഹേമലതയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി എത്തുന്നത്. ഫറാഷ് T കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. അരുൺ K പവിത്രൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയാകും. അതുപോലെ തന്നെ ജുവനപ്പുടി മഹേഷ് തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയായും ചുമതലയേൽക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. എസ് ഹരിശങ്കർ IPSനെ സായുധ പോലീസ് ബറ്റാലിയൻ DIG ആയി നിയമിച്ചിരിക്കുകയാണ്. ഒപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി പകരം കാൾരാജ് മഹേഷ് കുമാർ എത്തുമെന്നാണ് റിനു ശ്രീധർ നൽകിയ വിവരം. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും രാഷ്ട്രീയ അവകാശവാദങ്ങൾക്ക് വേദിയായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രാ സമാപന സമ്മേളനം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാത്തതിന് കാരണം LDF സർക്കാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിദ്വേഷം പറയുന്നവരെ പൊന്നാടിയിട്ട് സ്വീകരിക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. എന്നാൽ പരിപാടി രാഷ്ട്രീയ സമ്മേളനം അല്ല എന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മറുപടി. മാറാട് ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നിലപാടെടുത്തതിനാലാണ് കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ സംഘർഷം പോലും കേരളത്തിൽ ഉണ്ടാകാത്തത്. ന്യൂനപക്ഷം കേരളത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേരളം ഒരു ശാന്തി തീരം. അധികാര കേന്ദ്രങ്ങളിൽ തങ്ങളുണ്ടെങ്കിലേ ചിലർക്ക് കാര്യങ്ങൾ ലഭിക്കൂ എന്ന് ചിലർ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി. ഇവിടെ ചിലരുടെ വികാരം ഉണർത്താൻ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നുണ്ട്. മതേതരത്വം പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ്. എന്നാൽ വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. കാറിൽ കയറ്റിയാൽ പ്രശ്നമില്ലെന്നും ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. എന്നാൽ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പൂർണ്ണമായി തള്ളി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തി. ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് തിരുവനന്തപുരത്ത് സമാപിച്ചത്. 24 തിരുവനന്തപുരം. LDFൽ തുടരാനുള്ള ജോസ് കെ മാണിയുടെ നിലപാടിന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ. UDF ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPIയും ആണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായി. UDF പ്രതീക്ഷിച്ചതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒന്നുമുണ്ടായില്ല. തുറന്നിട്ട വാതിലിലൂടെ UDF പ്രവേശനത്തിനില്ലെന്ന് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. പിന്നാലെ UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPM-ഉമാണെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് പാർട്ടിയെ
ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാട് തന്നെയാണ്, ഉറച്ചാണ്. സഭാ നേതൃത്വത്തിനും ജോസ് കെ മാണി മറുപടി നൽകി. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെക്കാൾ മികച്ച രീതിയിൽ ഇടപെട്ടു. എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതാണ് തദ്ദേശത്തിൽ തിരിച്ചടിയായത്. പലയിടത്തും വോട്ടുകൾ നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമെന്നും തീരുമാനം. പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത് ആ തരത്തിൽ ജനങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും ചെന്ന് എത്തിയിട്ടുണ്ട്. നേതാക്കൾക്കിടയിലും ഭിന്നിപ്പില്ലെന്ന് മന്ത്രിയും MLA-മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. വിജയവും പരാജയവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിസ്റ്റൻസ്. ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ നിലപാടുമാണെന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി പറഞ്ഞ വാക്കുകളെ അടിവരയിട്ടുകൊണ്ട് നിർത്തുന്നു. പാർട്ടി ചെയർമാന്റെ വാക്കുകളാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. 15 സീറ്റെങ്കിലും ഇത്തവണ വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന UDF-ന്റെ നീക്കങ്ങൾക്കാണ് ജോസ് കെ മാണിയുടെ അടിയുറച്ച നിലപാടോടെ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് തുറന്നിട്ട വാതിലുകൾ UDF അടയ്ക്കുമോ എന്ന് മാത്രമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ശബരിമലയിലെ പഴയ കുടമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്കും തന്ത്രി കണ്ഠരര് രാജീവർക്കും കുരുക്ക്. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ചെന്ന രേഖകൾ പുറത്തുവന്നു. ആചാരവിധി പ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ പ്രതികരണം. പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് ലംഘിച്ചത്. 2012-ൽ ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവ് മറികടന്നാണ് വാജിവാഹനം 2017-ൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലുള്ള UDF ഭരണസമിതിയായിരുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ബോർഡ് തീരുമാനമാണ് ലംഘിക്കപ്പെട്ടതെന്ന് വ്യക്തമായി. എന്നാൽ താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം. ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പതിരിക്കുന്നത് ലോഹമാണെങ്കിൽ ആചാര്യനും, മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും, കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം. ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയെന്ന് കോൺഗ്രസ് പ്രതികരണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത്, നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. ഇനി അജയ് തറയിൽ UDF-ന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDF-ന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രിയല്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. തന്ത്രി ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന തരത്തിലും ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്കനുസരിച്ചും പൂജാവിധികൾ നിശ്ചയിക്കാനും ശാന്തിക്കാർക്ക് പരിശീലനം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അധികാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തന്ത്രി. അതിന് തന്ത്രിക്ക് പ്രതിഫലമുണ്ട്, ദക്ഷിണ എന്നാണ് അതിനെ പറയുക. എന്നാൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC മുദ്രവച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് സന്നിധാനത്ത് 4 ഇന്ന് പരിശോധന നടത്തി. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിനെ കോടതി ഇന്ന് SIT കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായിരുന്നു സന്നിധാനത്ത് നിന്നും ശേഖരിച്ച് VSSCയിൽ പരിശോധന നടത്തി ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. സ്വർണം പൂശിയ ചെമ്പുപാളികളുടെയും പരിശോധനാഫലം കൈമാറി. ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടമായെന്നറിയുന്നതിന് റിപ്പോർട്ട് പ്രധാനമാണ്. പാളികൾ അപ്പാടെ മാറ്റിയോ പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത്, പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമോ എന്ന ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. മുദ്രവച്ച കവറിൽ കോടതിയിൽ കൈമാറിയ റിപ്പോർട്ട് SITക്ക് കൈമാറും. ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്.
SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെ നെയ്വിൽപ്പുര ചുമതലയിലുണ്ടായിരുന്ന 33 പേരാണ് കേസിലെ പ്രതികൾ. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N വിജയകുമാറിനെ ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിന്റെ മൊഴി നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രോസിക്യൂഷന്റെ നിർണായക നീക്കം അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താൻ അതിജീവിത തിരുവല്ല കോടതിയിൽ അപേക്ഷയും നൽകി. നാളെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ജാമ്യത്തെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുന്നുണ്ടെന്ന് വാദിച്ചു. എല്ലാം നടന്നത് പരസ്പര സമ്മതത്തോടെ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇതിനിടെയാണ് പ്രോസിക്യൂഷന്റെ നിർണായക ഇടപെടൽ. പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് വീഡിയോ അടങ്ങുന്ന CD ഹാജരാക്കിയത്. ഓൺലൈനായി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അതിജീവിത കോടതിയിൽ അപേക്ഷയും നൽകി. വിദേശത്തായതിനാൽ ഓൺലൈനായി രഹസ്യമൊഴി എടുക്കണമെന്നാണ് അപേക്ഷ. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിശ്വസ്തനും സുഹൃത്തുമായ ഫെനി നൈനാനെതിരെ അതിജീവിത ഇന്ന് രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ നേരിൽ കാണാൻ ഫെനിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു. സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെനി നൈനാൻ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിലാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമാധ്യമങ്ങളോട് അധിക്ഷേപിക്കുന്നുവെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മലപ്പുറം കരുവാരക്കുണ്ടിൽ നാടിനെ നടുക്കിയ അതിക്രൂര കൊലപാതകം. കാണാതായ 14-കാരിയുടെ കൊലപാതകത്തിൽ 16-കാരൻ അറസ്റ്റിൽ. ബലാത്സംഗത്തിന് ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെയാണ് കരുവാരക്കുണ്ട് സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായത്. അനിയത്തിയുമൊത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂളിൽ എത്തിയില്ല. വൈകിട്ട് വീട്ടിലേക്കും കാണാതായതോടെ അമ്മ അധ്യാപകരോട് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി സ്കൂളിലും എത്തിയില്ലെന്ന വിവരമറിഞ്ഞത്. 6:30യോടെ അമ്മയുടെ ഫോണിലേക്ക് അപരിചിതമായ നമ്പറിൽ നിന്ന് വിളിച്ച് താൻ വീടിനടുത്തുണ്ടെന്നും ഉടൻ എത്തുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. പിന്നീട് ആ നമ്പർ സ്വിച്ച് ഓഫ് ആയതിനാൽ കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിനിടയിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ +1 വിദ്യാർത്ഥിയും സ്കൂളിൽ എത്തിയില്ലെന്ന് മനസ്സിലായി. പെൺകുട്ടി വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപം മൊബൈൽ സിഗ്നൽ. 6 മണിക്ക് ഒരു കോൾ വന്നതാണ്, ഞാൻ ഇവിടെ എത്താനായിട്ട് വേറെ ആളെ നമ്പറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നമ്പർ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ആ ഒരു സംശയം, പിന്നെ ഈ പയ്യനായിട്ടുള്ള റിലേഷനും കൊണ്ടും അങ്ങനെയാണ് അന്വേഷണം ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറന്മാർ അവന് വീട്ടിൽ വന്ന് സ്റ്റേഷൻ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത്. 16-കാരനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിച്ചത്. തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ബലാത്സംഗവും കൊലപാതകവും. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. കൈകൾ പിറകിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു. പീഡന വിവരം വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞതാണ് കൊലപാതക കാരണമെന്ന് 16-കാരൻ മൊഴി നൽകിയതായും വിവരമുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 മലപ്പുറം. ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് ജയിലിലടച്ച മലയാളി വൈദികൻ ആൽബിനെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. വീട്ടിൽ പള്ളിയുണ്ടാക്കി അവിടേക്ക് ആളുകളെ വിളിച്ചുവരുത്തി മതപരിവർത്തനം നടത്തിയെന്നതടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വൈദികനെതിരെ കേസെടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. 10 വർഷത്തിലധികമായി ഉത്തർപ്രദേശിൽ വൈദികനായി പ്രവർത്തിക്കുന്ന ആൽബിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് FIRലുള്ളത്. വീട്ടിൽ പള്ളിയുണ്ടാക്കി അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി മതപരിവർത്തനം നടത്തി. ഇതിൽ പ്രതിഷേധിച്ച് പുറത്തുനിന്നെത്തിയവരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തു. പ്രദേശ സമാധാനം തകർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. BNSനൊപ്പം നിർബന്ധിത മതപരിവർത്തനത്തിന് ഉത്തർപ്രദേശ് സർക്കാർ പാസാക്കിയ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി ആൽബിൻ നിലവിൽ കാൺപൂർ ദഹാത് ജയിലിലാണ്.
കഴിഞ്ഞ 13-നാണ് കാൺപൂരിനടുത്ത് ഘാട്ടംപൂരിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതി തുടർന്ന് ആൽബിനെയും കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയെയും കുട്ടികളെയും പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് വിട്ടിരുന്നു. നേരത്തെ മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ശേഷം ആൽബിനെ വിട്ടയച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ശ്രീത് ബാലകൃഷ്ണൻ, 24, ഡൽഹി. ഇനി കലോത്സവ വിശേഷങ്ങളിലേക്ക്. തൃശൂരിൽ കലാപൂരം. സർവകലാപൂരം പ്രസന്റഡ് ബൈ UGS ഗോൾഡ് ലോൺ. വാർഷിക പലിശ 4% മാത്രം. പവേർഡ് ബൈ ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോ-സ്പോൺസർഡ് ബൈ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ലക്ഷ്യം മർച്ചന്റ് നേവി ആണെങ്കിൽ മാർഗം മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി, തൃശൂർ. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. എത്രമാത്രം രാഷ്ട്രീയ ബോധമുള്ളവരാണ് ജെൻസി കുട്ടികളെന്ന് ബോധ്യപ്പെടുന്ന മികവിന്റെ ഇടം കൂടിയാണ് കലോത്സവം. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇംഗ്ലീഷ് ലഘുനാടകങ്ങളുമായാണ് ചില കുട്ടികൾ വന്നത്. കുന്നംകുളത്തു നിന്നും കോട്ടക്കലിൽ നിന്നും എത്തിയ ഈ കുട്ടികളുടെ ലഘുനാടകങ്ങൾ സമകാലിക വിഷയങ്ങളെ ചേർത്ത് പിടിക്കുന്നവയാണ്. കുന്നംകുളം സർക്കാർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഒത്തുകൂടി. അവർ തന്നെ പ്രമേയം തെരഞ്ഞെടുത്തു, തിരക്കഥ എഴുതി, അഭിനയിച്ചു. അഭിനയത്തിനാവശ്യമായ എല്ലാം സ്വയം നിർമ്മിച്ചു. അങ്ങനെ ഒരു ലഘുനാടകം പിറന്നു. അഭിലാൽ, ആൻഡ്രിയ, മീനാക്ഷി, കൊച്ചുറാണി, നയന, സെയിന്റ് റോസ്, രാജരാജേശ്വരി എന്നിവർ അരങ്ങിൽ. വിദ്യാർത്ഥിനി തന്നെയായ സൂര്യഗായത്രി ശബ്ദം ക്രമീകരിച്ചു. ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു വിഷയം. ഇതിലെ പ്രോപ്പർട്ടീസ് മുതൽ സ്ക്രിപ്റ്റ് മുതൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഗ്രൂപ്പിലെ ഞങ്ങളുടെ ടീമിലെ എല്ലാവർക്കും അതിൽ അധികമായിട്ടുള്ള പങ്കുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് ആലോചിച്ചു. അവരുടെ ഒരു സിറ്റുവേഷൻ, അവരുടെ സൊസൈറ്റി നോക്കുന്ന രീതികൾ, ഇപ്പോൾ പോരാത്തന്നെ ട്രാൻസ്ഫോബിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് പിന്നെ അത് തന്നെ എടുക്കാൻ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് ആവാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. കോട്ടക്കൽ സർക്കാർ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളിൽ ഇരട്ട സഹോദരങ്ങളായ ഷഹനത്ത് മറിയം, ഹസനത്ത് മറിയം എന്നിവരാണ് ഇംഗ്ലീഷ് ലഘുനാടകം എഴുതിയത്. സമകാലിക വ്യവസ്ഥയെ ഒരു ചിക്കൻ ഫാമിലേക്ക് ചുരുക്കി കഥ പറഞ്ഞു. നമ്മളെ കറണ്ട് ഇന്ത്യ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നതൊക്കെ. പക്ഷെ അതിനെ കുറച്ചുകൂടി വോട്ട് ചോരി പോലുള്ള വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് എത്തുന്ന രൂപത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതാന്നുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യനായിട്ടുള്ള സാധനങ്ങളെ കൾച്ചറിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ബാധിക്കുന്നതിലുള്ള വെറുതെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ റീപ്ലേസ് ചെയ്യുന്നൊക്കെയുള്ള ഒരു പ്രത്യേകപരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കുക. ഈ സ്കിറ്റിൻ്റെ അവസാനത്തിലേക്ക് പറയുന്ന പോലെ എല്ലാ പൂക്കളെയും നിങ്ങൾക്ക് അറുത്തു മാറ്റാം, പക്ഷെ വരാനിരിക്കുന്ന വസന്തത്തെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്കിറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ വിധം പുതിയ കാലത്തിന്റെ പ്രയോഗമായ പൂക്കി കുട്ടികൾ ഉറച്ച ശബ്ദത്തോടെ പ്രതിഭ തെളിയിച്ച് മുന്നോട്ട്. രാജേഷ് വളരിക്കുണ്ടിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയ്ക്ക് പേര് നിശ്ചയിച്ചു. പുതുയുഗ യാത്ര എന്നാണ് ജാഥയുടെ പേര്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത് വന്നു. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്നതായിരിക്കും വി.ഡി. സതീശൻ നയിക്കുന്ന UDFന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ മുദ്രാവാക്യം. ഈ ആശയത്തിൽ നിന്നാണ് പുതുയുഗയാത്ര എന്ന പേരിലേക്ക് എത്തിയത്. പുതുയുഗയാത്ര എന്ന പേരിലായിരിക്കും ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെ നീളുന്ന യാത്ര. സംസ്ഥാനത്തെ 140 നിയോജകമണ്ഡലങ്ങളുടെയും കടന്നുപോകുന്ന യാത്രയുടെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പ്രചരണമാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്ത് പ്രയോഗം മുദ്രാവാക്യമാക്കി രാഷ്ട്രീയ ജാഥ നടത്താനായിരുന്നു UDF ആലോചിച്ചിരുന്നത്. എന്നാൽ കടക്കുപുറത്ത് എന്ന വാചകത്തിന്റെ രാഷ്ട്രീയ ശരിയെക്കുറിച്ചും അത് നൽകുന്ന പ്രതികൂല സന്ദേശത്തെക്കുറിച്ചും വിമർശനം ഉയർന്നിരുന്നു. തുടർന്ന് കടക്കുപുറത്ത് മുദ്രാവാക്യം ഒഴിവാക്കിയാണ് പുതുയുഗയാത്ര എന്ന പേര് തിരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കണമെന്ന കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് KCയുടെ ഈ പരാമർശങ്ങൾ. 24, തിരുവനന്തപുരം.
കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീട് മരിച്ച +2 വിദ്യാർത്ഥിനി അയോണ മോൻസിന് കണ്ണീരോടെ വിട നൽകി നാട്. തിരൂർ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഉറ്റവരും സുഹൃത്തുക്കളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രിയപ്പെട്ടവളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവരുടെ മുന്നിലേക്ക് അയോണ അവസാനമായി എത്തിയത് ചേതനയേറ്റ്. സ്കൂളിലും പള്ളിയിലും നടന്ന പൊതുദർശനത്തിൽ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ നൂറുകണക്കിനു പേർ അന്തിമോപചാരമർപ്പിച്ചു. പൂക്കളാൽ അലങ്കരിച്ച കല്ലറയിലേക്ക് യാത്രയാകുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും അന്ത്യചുംബനം കണ്ടുനിന്നവർക്ക് നോവായി മാറി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പയ്യാവൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് അയോണ ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രിയോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. വിട പറഞ്ഞു പോകുമ്പോഴും 5 പേരിലൂടെ അയോണ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കും. 24 കണ്ണൂർ. സംസ്ഥാനം ശുചിയാക്കാൻ ക്ലീൻ കേരള ക്ലീൻ പദ്ധതിയുമായി 24. AI സഹായത്തോടെ 1 കോടി ആളുകളുടെ ക്ലബ് ഉണ്ടാക്കുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. SKN41ന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആപ്ലിക്കേഷൻ ഈ മാസം 28-ാം തീയതിയോടെ സജ്ജമാക്കും. SKN40 ഒരു ഡ്രഗിനെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളെ പോലും ഈ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധമായിരുന്നെങ്കിൽ ഞാനൊരു പുതിയ പരിപാടി തയ്യാറാക്കിക്കൊണ്ട് വരിക. അത് SKN41 ആണ്. അത് ക്ലീൻ കേരള ക്ലീൻ എന്നാണ് അതിൻ്റെ പേര്. ഇതിനെന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ 1,00,000 പേരുടെ 1 കോടി ആൾക്കാരുടെ ഒരു ക്ലബ് ഉണ്ടാക്കാൻ പോവുക. പക്ഷേ ഞാനതിൻ്റെ ഏതാണ്ട് അടുത്ത 28-ാം തീയതി ആകുമ്പോഴേക്കും ഈ 1 കോടി ആൾക്കാരുടെ ആപ്പ് റെഡിയായിരിക്കും. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പുരോഗമിക്കുകയാണ്. സ്കൂൾ കലോത്സവ വാർത്തകളും വിശേഷങ്ങളും ഇടതടവില്ലാതെ അറിയാൻ 24 യൂട്യൂബ് ചാനൽ ലൈവായി സന്ദർശിക്കുക. ലിങ്ക് ലഭിക്കാൻ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.